ഞാൻ ആ പുഴുക്കിയ കപ്പ ചെറുതായി കട്ട് ചെയ്തായിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട്. കത്തി കൊണ്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതാ കുറച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തു. കപ്പൽ മുളക്, കുറച്ച് വെളുത്തുള്ളി അല്ലി, ഒരു മുറി തേങ്ങ ചെറുതായിട്ട് കൊടുക്കാം. വറുക്കൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഒന്ന് ചൂടായാൽ മതി. ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ലേശം ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ലേശം വെളുത്തുള്ളി, കറിവേപ്പില, അതിലോട്ട് സവാള, 2 വറ്റ കറിവേപ്പില, അതിലോട്ട് തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കാം. ഇങ്ങനെ നേരത്തെ കപ്പ പുഴുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചായക്ക് 2-3 എടുത്ത് കഴിക്കാം, പിന്നെ ചോറിനും കഴിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇങ്ങനെ പുഴുക്കിയെടുക്കുകയാണെങ്കിൽ. ഒരു ജാറെടുത്തു, തേങ്ങയും മുളകും ഇതൊക്കെ കൂടി ആറിയിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ, അപ്പം, ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ താളിച്ച് കൂട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും കപ്പക്കറിയും കപ്പദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്.